വെൽക്കം ടു ബിനൂസ് ഹിന്ദി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ആട്ടോ. നമ്മളിപ്പോ തുടക്കക്കാർക്കാണെങ്കിലും അതല്ല ഇപ്പൊ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നവർക്കാണെങ്കിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാ. ഓക്കെ, ഒരുപാട് പേരുണ്ടാവും ഹിന്ദി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരായിട്ട്. അപ്പൊ അവർക്കൊക്കെ ചില ഡൗട്ടുകൾ ഉണ്ടാവും, ഇത് എങ്ങനെയാണോ പഠിച്ചെടുക്കുക എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് നല്ല ഫ്രഷ് മൈൻഡ് ആയിട്ട് ഒന്ന് ഇരുന്ന് കാണാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും ആദ്യമായിട്ട് എന്താ പഠിക്കുക? അതിന്റെ ബേസ് ആണ് അല്ലെ. അപ്പോ ഒരു ഭാഷ പഠിക്കാനിരിക്കുന്നതിന്റെ പാർട്ട് 1 എന്ന് പറയുന്നത് അതിന്റെ ബേസ് ആണ്. എല്ലാവർക്കും അറിയാം അല്ലെ. ബേസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവൻ, അവൾ, അദ്ദേഹം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അത് എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണെന്നാണ് ഒരു ബേസ്. അത് നമ്മൾ പഠിക്കും. ഫസ്റ്റ് തന്നെ പറഞ്ഞോട്ടെ, പഠിക്കുകയല്ല നമ്മൾ ചെയ്യുന്നത്, ഭാഷയെ നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മതി. നിങ്ങൾ അത് ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക എന്നുള്ള ഒരു ചിന്ത ഒരിക്കലും പാടില്ല കേട്ടോ. അങ്ങനെ വന്നിരുന്ന് നിങ്ങൾ ഒരിക്കലും നമ്മൾ വീഡിയോസ് വാച്ച് ചെയ്യാൻ നിൽക്കരുത്. കാരണം നമ്മൾ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരാൾ പറയുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലാവില്ലേ, ആ ഒരു മനസ്സിലാക്കലാണ് നമ്മുടെ ഓരോ വീഡിയോസിനും നിങ്ങൾ ക്യാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, ബൈഹാർട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കേണ്ട. ഓക്കെ, ശരി. ഇപ്പൊ നമ്മളെല്ലാം മലയാളികളാണ്. മലയാളികൾക്ക് എന്തായാലും എന്താ ബേസ് എന്ന് പറഞ്ഞ സംഭവം അറിയാം. പക്ഷെ ഇത് എന്താണ് ബേസ് എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയാൻ കഴിഞ്ഞില്ലെന്ന് വരും അല്ലെ. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ ബേസ് പഠിക്കുവാണ് ഇപ്പൊ. ഓക്കെ, അവൻ, അവൾ, അത്, അതുപോലെ ഇത്, അദ്ദേഹം, ഇദ്ദേഹം, ഇവ, ഇങ്ങനെയുള്ള കുറെ കുട്ടി കുട്ടി വേർഡ്സുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടാവും. അതുപോലെ ഇതിൻ്റെതായ സ്പെഷ്യൽ ക്ലാസ്സുകളൊക്കെ നമ്മൾ ഇട്ടുണ്ടാവും. പക്ഷെ ഇതെല്ലാം കൂടി, എല്ലാ സ്റ്റെപ്പും കൂടി ഒരൊറ്റ ക്ലാസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് ഇടാന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പൊ ഇതിനൊക്കെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? വഹ്, യഹ്, വേ, യേ, അതുപോലെ തന്നെ ഉസ്, ഉൻ, ഈസ്, ഇൻ, ഉസ്ക, ഈസ്ക എന്നൊക്കെ കുറെ വാക്കുകളുണ്ട് അല്ലെ. ചെറിയ വാക്കുകളുണ്ട്. ഇതാണ് ഇതിന്റെ ബേസ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഹിന്ദി സംസാരിക്കാനുള്ള സ്റ്റാർട്ടിങ് കയ്യിലോട്ട് വന്നു. അപ്പൊ ഇന്ന് ആ ബേസ് ഒന്ന് പറയാണ് കേട്ടോ. ഓക്കെ, വഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്ന് പറയാനും അവൾ എന്ന് പറയാനും നമ്മൾ ഈ വഹ് എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഒരു വസ്തുവിനെ പറയാനും വഹ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മളിപ്പോ പറയുന്ന ഗ്രാമറിന്റെ ഒരു വശമാണ്. പക്ഷെ ഗ്രാമർ അല്ല നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്നത്. അതും കൂടി നിങ്ങളൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇനി വഹ് എന്ന് പറയുന്നതിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വഹ് എന്നെടുത്ത് പറയില്ല, വോ എന്നേ പറയുള്ളൂ. വോ. ഇപ്പൊ അവൻ കളിക്കുന്നു, വോ കേൾത്താ ഹെ. അപ്പൊ നമുക്ക് എങ്ങനെ മനസ്സിലായി? വഹ് എന്ന് പറയുമ്പോൾ അവനിലും വരുന്നുണ്ട് അവളിലും വരുന്നുണ്ട് അല്ലെ. ഇവിടെ നമ്മൾ അവനാണോ അവളാണോ എന്ന് മനസ്സിലാക്കിയത് കേൾത്താ ഹെ എന്ന് പറഞ്ഞപ്പോ എന്നുള്ള കേൾത്താ, മനസ്സിലായോ? അതൊരു വെർബാണ്, ചെയ്യുന്ന കാര്യമാണ്. കളിക്കുക എന്നാണ് കേൾന. ആ ചെയ്യുന്ന വെർബ് താ, ആ സൗണ്ട് ആണ്. അതാണ് അവനാന്ന് നമ്മൾ മനസ്സിലാക്കിയത്. ഇനി വോ കേൾത്തി ഹേ, വോ കേൾത്തി ഹേ എന്ന് പറഞ്ഞപ്പോ എന്തായി? ഈ ആയി. ആ വെർബ് കേൾന എന്നുള്ള വെർബിനെ കേൾത്തി എന്നല്ല പറഞ്ഞേ, ഈ എന്ന സൗണ്ടിലേക്ക് വന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി സ്ത്രീയാണ്, സ്ത്രീലിംഗമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ആ വഹിനെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. അവനെയാണോ പറഞ്ഞ അവളെയാണോ എന്ന് പറഞ്ഞത്. ഓക്കെ, സ്ത്രീലിംഗവും പുല്ലിംഗവും ഇതൊക്കെ ഞാൻ പറഞ്ഞു തരാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് മനസ്സിലാക്കി വെക്കാം. എങ്ങനെയാണ് ഇപ്പൊ ഓ കേൾത്താഹേ എന്ന് പറയുമ്പോ അവനാണോ അവളാണോ എന്ന് എങ്ങനെ മനസ്സിലാക്കും? ഓ കേൾത്താഹേ, ഓ കേൾത്തിഹേ, അതിന്നാണ് മനസ്സിലായ. കേൾത്താഹേ എന്ന് പറഞ്ഞപ്പോ അവനായി, കേൾത്തിഹേ എന്ന് പറഞ്ഞപ്പോ അവളായി. ഇനി ഒരു കാര്യം കൂടെ, ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വലിയ കാര്യം ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നുമില്ല. ഇപ്പൊ നമ്മുടെ മോള് മകനോ അല്ലെങ്കിൽ മകളായി എന്ന് വിചാരിക്കട്ടെ. മകളാണ് കളിക്കുന്നത്. ഓ കേൾത്താഹേ എന്ന് നമ്മൾ അടുത്ത പടോസി അയൽവക്കക്കാരനോട് പറഞ്ഞു എന്ന് വിചാരിക്കുക, ഒരു കുഴപ്പമില്ല. ഇനിയിപ്പോ മോളോ ഞാൻ കേൾത്താന്ന് പറഞ്ഞു പോയെന്ന് വെച്ചിട്ട് ഒരു തെറ്റുമില്ല. കമ്മ്യൂണിക്കേഷനിലെ അർത്ഥമൊക്കെ ഒന്നാണ്, ഗ്രാമറിന്റെ ഒരു വ്യത്യാസം അത്രേ വരുന്നുള്ളൂ. അറിയാത്ത നമ്മള് ഈ ചെറിയ ഗ്രാമറിലൊക്കെ മിസ്റ്റേക്സ് വന്നു എന്ന് വിചാരിച്ചിട്ട് കമ്മ്യൂണിക്കേഷൻ നടക്കാതിരിക്കൊന്നുമില്ല. അതോർത്ത് നിങ്ങൾ ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അതൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നോളൂ. മനസ്സിലായോ? ശരി. പിന്നെ ഇനി അടുത്ത എന്താണ്? ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് വഹ് അല്ലെ. അപ്പൊ യഹ് എന്നാണെങ്കിലോ അതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഇവൻ, ഇവൾ, ഇത് എന്നൊക്കെ പറയാനാണ്. ലേലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ വഹിനെ വോ എന്ന് പറഞ്ഞപ്പോ യഹ്ന് ഏ എന്ന് പറഞ്ഞു. ലേലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെടുത്തോളൂ. വോ ലേലോ, അതെടുത്തോളൂ. ഓക്കെ, സംസാരത്തിൽ നമ്മൾ വഹിനെയും യഹിനെയും വോ എന്നും ഏ എന്നും പറയുമ്പോ ഒരു അർത്ഥമുണ്ട് അല്ലെ. ഗ്രാമറിൽ എന്ന് ഗ്രാമറിൽ പറയുമ്പോ അത് ഇദ്ദേഹം, അല്ലെങ്കിൽ നമ്മൾ ബഹുവചന കാര്യങ്ങൾ പറയുമ്പോ വന്നു.
അതുപോലെ തന്നെ വേ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബഹുവചനാണ്. അവർ, അദ്ദേഹം എന്നൊക്കെ പറയുമ്പോൾ എന്താണ്? വേ എന്നാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇപ്പൊ അദ്ദേഹം എന്ന് പറയുന്നത് വേ എന്നല്ല കറക്റ്റ്. നമ്മൾ നോർമലി സംസാരിക്കുമ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ആണ് എന്ന് പറയുമ്പോ അവിടെ ഉൻ എന്നൊരു വാക്ക് വരികയാണ്. ഉൻക. മനസ്സിലായോ? ഉൻക. ഉൻക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ, ഇൻക എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ. നിങ്ങളിപ്പോ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ കുറച്ചുകൂടി ബഹുമാനപൂർവ്വം സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ക, ഉസ്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളോട് സംസാരിക്കുന്ന ഭാഷയാണ്. ഓ ഉസ്ക ഹെ, അത് അവന്റെയാണ്. അപ്പൊ നമ്മൾ കുട്ടികളോടും കൂടി റെസ്പെക്റ്റോടു കൂടി സംസാരിച്ചു നോക്കിയേ. വോ ഉൻക ഹെ, അത് അവന്റെയാണെന്ന്, അദ്ദേഹത്തിന്റെ ആണെന്നുള്ള അർത്ഥത്തിലാണ് അപ്പൊ വന്നത്. ഉന്ന് പറഞ്ഞപ്പോ അവിടെ റെസ്പെക്ട് ആവുകയാണ് ചെയ്തത്. ഞാൻ സംസാരത്തിന്റെ കാര്യത്തിലാട്ടോ പറയുന്നത്. ഓക്കെ, നമ്മൾ ഗ്രാമർ വശം അല്ല ഇപ്പൊ പറയുന്നേ. വോ ഉൻകാ ഹെ, അതുപോലെ യേ ഇൻകാ ഹെ, യേ ഇത് ഇൻകാ ഹെ, ഇദ്ദേഹത്തിന്റെ ആണ് എന്നാണ് പറയുന്നത്. ചിലപ്പോ ഒരു കുട്ടിയുടെ ആയിരിക്കും നമ്മൾ പറയുന്നത്, ആ കൊച്ചിന്റെ പെന്നായിരിക്കും. പക്ഷെ ഇൻകാ ഹെ എന്ന് പറഞ്ഞോളൂ, നിങ്ങൾ ഇസ്കാ ഹെ എന്ന് തിരുത്തി പറയണ്ട. അങ്ങനെ പറയുമ്പോഴുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പറ്റിയിട്ടുള്ളതാണ്. നമ്മളിപ്പോ നമ്മൾ മുതിർന്ന ഒരാളോട് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഇസും ഇന്നും സ്റ്റാർട്ടിങ്ങിലെ പഠിച്ചു പോകുമ്പോ അറിയാതെ നമ്മൾ ഇസ്ക ഉസ്ക എന്നൊക്കെ സംസാരിച്ചു പോകും. അത് വളരെ റെസ്പെക്ട് അല്ലാതെ നമ്മളൊരു വില കൊടുക്കാതെ സംസാരിക്കുന്ന പോലെ ഹേർട്ട് ആവും. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ ഉസ്ക ഇസ്ക എന്ന് പറയുന്നിടത്ത് ഉൻക ഇൻക എന്ന് പറഞ്ഞു പഠിച്ചാൽ മതി. പിന്നെ നമ്മുടെ വായിൽ ആ ഉസ്ക ഇസ്ക എന്നുള്ള ഒരു വാക്കേ വരില്ല. മനസ്സിലായോ? അപ്പൊ ഈ കുട്ടി കുട്ടി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വഹ്, യഹ്, പിന്നെ വേ, പിന്നെന്താണ് യേ, ഇവ, ഇദ്ദേഹം എന്നുള്ളടത്ത് എഴുതുമ്പോ നമ്മള് ഗ്രാമറിൽ നമ്മൾ ഇദ്ദേഹം എന്നുള്ളടത്ത് ഏ വെക്കുന്നുണ്ടെങ്കിലും സംസാരിക്കുമ്പോ വരുന്ന മാറ്റം എന്താ? അദ്ദേഹത്തിന്റെയാണ്, ഇദ്ദേഹത്തിന്റെയാണ്. ഉസ്കാഹെ, ഇൻകാഹെ, ഇൻകാഹെ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ മാറ്റങ്ങൾ മനസ്സിൽ വെക്കാം. ഇനി നമ്മൾ ഇതുപോലെ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വെക്കേണ്ട ഒരു കാര്യമാണ് തു, തും, ആപ്പ്. നമുക്കറിയാം തു നീ, തും നിങ്ങൾ, ആ താങ്കൾ. ഇതാണല്ലോ മലയാളത്തില്. പക്ഷെ നമ്മൾ സംസാരിക്കാൻ വേണ്ടി മാത്രം പഠിക്കുന്നവരാണെങ്കിൽ ഈ തുയിനും തുമ്മിനും അങ്ങ് വിട്ടുകളഞ്ഞേക്കാം. ഓക്കെ, വളരെ നമ്മൾ എന്താ പറയാ, ഫ്രണ്ട്ഷിപ്പിൽ അത്രയും ഫ്രീ ആയിട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് തൂവും തുമ്മൊക്കെ യൂസ് ചെയ്യാമെങ്കിൽ പോലും നമ്മൾ നല്ല ഫ്രണ്ട്സ് ആയിക്കോട്ടെ, നല്ല കുഞ്ഞു മക്കളായിക്കോട്ടെ, വലിയവരായിക്കോട്ടെ, എല്ലാവരും അങ്ങ് ആപ്പ് വെച്ച് സംസാരിച്ചു എന്ന് വെച്ചിട്ട് ഒരു തെറ്റുമില്ല. കുറച്ചും കൂടി നല്ല രീതിയിൽ സംസാരിക്കും. ഞാൻ ഈ പറയുന്നത് നമ്മൾ നോർമലി കേൾക്കുന്നവർക്ക് എന്താ, ഞാൻ കുട്ടികളെ ആപ്പ് എന്ന് പറയണേ എന്ന് ചിന്തിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഞാൻ ഈ നോർത്ത് സൈഡിലുള്ളതായതുകൊണ്ട് എനിക്കറിയാം ഇവിടെ കുറച്ചും കൂടി എഡ്യൂക്കേറ്റഡ് ആയിട്ട്, ഇതിലൂടെ പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്ന ആളുകൾ ആരായാലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ ആയാലും അവർ ആപ്പ് എന്ന് വിളിച്ചിട്ടാണ് സംസാരിക്കുക. അതുപോലെ ജി എന്നൊരു പ്രയോഗമുണ്ട്, നമ്മൾ റെസ്പെക്ട് ചെയ്ത് ഹഞ്ചി എന്ന് പറയും. കുഞ്ഞുങ്ങളോട് പോലും അവർ അങ്ങനെയാ റെസ്പെക്ട് ചെയ്താ സംസാരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പഠിക്കുമ്പോ എന്താണ്, തൂവും തുമ്മും ഒന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലില്ല. ഈ ഒരു ആപ്പ് എന്നുള്ളൊരു വാക്ക് മാത്രം നമ്മുടെ കുഞ്ഞുങ്ങളോടായാലും നമ്മൾ ആപ്പ് വെച്ചാൽ സംസാരിക്കുന്നത്. അപ്പ് കഹാ ഹേ, അപ്പ് ക്യാ കർ റേ, മനസ്സിലായോ? ആപ്പ് എന്നുള്ളതാണ്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ തൂവിനെയും തുമ്മിനെ ആപ്പിനെയും നമ്മൾ മാറി മാറി പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, കുട്ടികൾ വരുമ്പോ തൂന്ന് വിളിക്കാം, ഫ്രണ്ട്സ് വരുമ്പോ തുമ്മെന്ന് വെച്ച് സംസാരിക്കാം, മുതിർന്നവർ വരുമ്പോ ആപ്പ് വെച്ച് സംസാരിക്കാം എന്ന് നമ്മൾ ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് വരില്ലേ. നമ്മൾ ചിലപ്പോൾ മുതിർന്നവരോടായിരിക്കും തൂ എന്ന് വിളിച്ചു പോകുന്നത്, നമ്മുടെ അറിവില്ലായ്മയായിരിക്കാം. പക്ഷെ അത് വളരെയധികം ഹേർട്ട് ആവും. മനസ്സിലായോ? അപ്പൊ എന്താണ്, ഈ ആപ്പ് എന്നുള്ള വാക്ക് നിങ്ങൾ പഠിച്ചു വെക്കുക. താങ്കൾ, ആപ് കൈസേ ഹോ, ആപ് കൈസേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമാണോ, താങ്കൾക്ക് സുഖമാണോ എന്നാണ്. അപ്പൊ ഗ്രാമറിൽ ഒരു വിഷയം വരും, ആപ് കൈസേ ഹോ എന്ന് ഞാൻ ചോദിച്ചേ. ഗ്രാമറിൽ ആപ്പ് വരുമ്പോ ഹേ അല്ലേ വെക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയില്ലായിരിക്കാം. പക്ഷെ ഗ്രാമർ അരച്ച് എന്താ പറയാ കളിക്ക് പഠിക്കുന്നവർക്ക് ഒരു ഡൗട്ട് വരും, ആപ്പ് എന്ന് പറഞ്ഞ് തുടങ്ങുമ്പോ ഹേ അല്ലേ വെക്കേണ്ടതെന്ന്. സംസാരിക്കുമ്പോ അങ്ങനെ ഒരു റൂളും ഇല്ല. നമ്മൾക്ക് എന്താ പറയുന്നത്, ഗ്രാമർ വെച്ച് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിനെ ലടിക്കുകളാണെങ്കിൽ, മീൻസ് ഗേൾസിനോട് നമ്മൾ പറയില്ലേ, എടാ അതൊന്ന് എടുത്തു തരുമോ, എടാ എന്ന് പറയുന്നത് ഗ്രാമറിൽ മലയാളത്തില് പെൺകുട്ടികളെയാണോ? അല്ല അല്ലെ, ആൺകുട്ടികളെയാണ്. ഞങ്ങൾ എറണാകുളം സൈഡാണ്, അവിടെയൊക്കെ നമ്മൾ സംസാരിക്കുമ്പോ പെൺകുട്ടികളുടെ എടാന്നാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു വ്യത്യാസമാണ് ഇതിലും വരുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പൊ ആപ് കേസേ ഹോ അല്ലെങ്കിൽ ആപ് കേസേ ഹേ രണ്ടും ചോദിക്കാം. അതില് മിസ്റ്റേക്ക് അല്ല, അത് ഗ്രാമർ പരമായിട്ട് നോക്കുന്നവർക്ക് മാത്രമാണ് അത് മിസ്റ്റേക്ക് ആണോ എന്നൊക്കെ ഒരു ഡൗട്ട് വന്നത്. ഒരു മിസ്റ്റേക്കും അല്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറയാണ്, അവൻ വന്നു. അപ്പൊ എങ്ങനെയാ പറയാ, വോ ആയ. ഇനി അവൾ വന്നു,
വോ ആയി. അവർ വന്നു, വേ ആയേ. മനസ്സിലാവുണ്ടോ? ഇനി അതുപോലെ തന്നെ അവൻ പറഞ്ഞിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പൊ നമ്മള് ഉസ്നെ കഹാദ അല്ലെങ്കിൽ ഇസ്നെ കഹാദ, ഇവൻ പറഞ്ഞിരുന്നു, ഇസ്നെ കഹാദ. ഇതിനേക്കാളും നല്ല പൊളൈറ്റ് ആയിട്ട് സംസാരിക്കുന്നതാണെങ്കിൽ ഉന്നോനെ കഹാദ, ഇന്നോനെ കഹാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉന്നോനെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ അവൻ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പറയുന്നത് അവിടെ. മനസ്സിലായോ? അപ്പൊ കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട് പറഞ്ഞു ഉന്നോനെ കഹാത്ത, ഇന്നോനെ കഹാത്ത. ഇന്നോനെ എന്ന് പറയുമ്പോ ഇവിടെ എന്താ വരുന്ന സംസാരത്തില്? ഇദ്ദേഹം പറഞ്ഞിരുന്നു. കഹന എന്ന് പറഞ്ഞാൽ പറയുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതാണ് എന്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള കുട്ടി കുട്ടി കുറെ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞത്. ഏതാണ്? വഹ്, യഹ്, യേ, വേ, അതുപോലെ തന്നെ ഉൻ, ഈസ്, ഇൻ, അങ്ങനെ ഒരുപാട് കുട്ടി 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 കാര്യങ്ങൾ. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലാക്കാം. ഇതിനോടൊപ്പം തന്നെ പഠിക്കേണ്ട ഒരു വേർഡ് എന്തായിരുന്നു? ആപ്പ്. ആപ്പ് വെച്ചിട്ട് സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമ്മുടെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം സംസാരിക്കാനായിട്ട് നമുക്ക് കുറെ വാക്കുകളുടെ അർത്ഥം അറിയണം അല്ലെ. പക്ഷെ എല്ലാ വാക്കുകളുടെ അർത്ഥം പഠിച്ചാലും മാത്രമേ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ? ഇല്ല. വളരെ അത്യാവശ്യമായിട്ടുള്ള, നമ്മൾ പഠിക്കുന്നവരാണ്, സ്റ്റാർട്ട് ചെയ്യുന്നവരാണ്, അങ്ങനെയുള്ളവർക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു 10-12 വേർഡ് മീനിങ്സ് പഠിച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം മറ്റെല്ലാം നമ്മളിലേക്ക് കയറി വരുന്നതാ. നമ്മൾ എന്താ പറയാ, കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലായോ? ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരിക്കും? ക്രിയകൾ തന്നെയാണ് അല്ലെ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ആന, ജാന, കർണ, ഖാന, പീന, അങ്ങനെയുള്ള കുറെ വേർഡ് മീനിങ്സ് ഉണ്ട്, മീൻസ് ക്രിയകളുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് എന്താണ് ഒരു 10-12 വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാവുന്ന അർത്ഥങ്ങളാണ്. ജസ്റ്റ് ഒന്ന് നമുക്ക് പറയാം. ഓക്കെ, ആദ്യം തന്നെ ആന വരിക, ജാന പോവുക, കേൾന കളിക്കുക, റോന കരയുക, ഹസ്ന ചിരിക്കുക, ബോൽന അല്ലെങ്കിൽ കഹ്ന എന്നും പറയും കേട്ടോ. പറയുക എന്നാണ് അർത്ഥം കേട്ടോ, പറയുക. അതുപോലെ തന്നെ കർണ ചെയ്യുക, ഖാന കഴിക്കുക, ഖാന ഖാന, ഓക്കെ, ഭക്ഷണം കഴിക്കുക. പീന കുടിക്കുക, ബൈഠ്ന ഇരിക്കുക, ചൽന നടക്കുക. ഇതെല്ലാവർക്കും അറിയില്ലേ? ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇത്തരം എന്താ പറയുന്ന വേർബ്സുകൾ അതുപോലെ വേർഡ് മീനിങ്സുകൾ നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് സെക്കൻഡ് പാർട്ട്. ഓക്കെ, അപ്പൊ ഇതിൽ ഒരു വെർബ് ഞാൻ എടുക്കുകയാണ്, ആന എന്നുള്ളത്. ഈ ഒരു വെർബിന്റെ പല രൂപങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, നമുക്ക് സംസാരിക്കുമ്പോൾ ഈ വെർബ് അറിയാം, എന്താണ് പറയേണ്ടതെന്ന് അറിയാം. ഞാൻ വരുന്നു എന്ന് പറയുമ്പോൾ അതിനെ പൂർത്തീകരിക്കാനാണ് എല്ലാവർക്കും അറിയാത്തത് അല്ലെ. സംസാരിക്കുമ്പോൾ അതിനെ പൂർത്തീകരിക്കാനാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ ഞാൻ നാളെ വരും, ഞാൻ ഇന്നലെ വന്നു, അവൻ വരുമായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരൊറ്റ വെർബാണ് ഇവിടെ എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. പക്ഷെ അത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഡൗട്ട്. ഇപ്പൊ തുടക്കക്കാർക്കാണെങ്കിൽ ഇത് എന്താ പറയാ മനസ്സിലാവാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഇതൊക്കെയാണ് നിങ്ങൾ മൊത്തത്തില് നമ്മൾ ഹിന്ദി സംസാരിക്കാനായിട്ടുള്ള മൊത്തമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് കേട്ടോ. അപ്പൊ ഇത്ര മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നിങ്ങൾക്ക് വളരെ എളുപ്പമായിട്ട്, ഇപ്പൊ ഞാനിപ്പോ ഒരു വെർബിനെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, ബാക്കി എല്ലാ വെർബും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. ഒരു 100 തന്നോ അല്ലെങ്കിൽ ഒരു 200 തന്നോ, ഏത് ക്രിയ തന്നാലും ഈ ഒരു ഫോർമാറ്റിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ തനിയെ പറ്റും. അല്ലാണ്ട് ഇതെല്ലാം എല്ലാവരും കുത്തിയിരുന്ന് പഠിച്ചിട്ടല്ല സംസാരിക്കുന്നത്. പക്ഷെ ഒരെണ്ണം എന്തൊക്കെയാണ് രൂപമാറ്റങ്ങൾ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. അപ്പൊ ആ ഒരെണ്ണാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ, ഇപ്പൊ വെർബ് ഏതാണ്? ആന അല്ലെ. ആന എന്ന് പറഞ്ഞ വരിക. അപ്പോ അത്താഹേ, അത്താഹേ എന്ന് കേട്ട വരുന്നു, അത്താഹേ. ആ രഹാഹേ വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ സ്ത്രീലിംഗവും പുല്ലിംഗവും ബഹുവചനം അതൊന്നും നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇത്ര വലിയ കാര്യമാക്കണ്ട കേട്ടോ. ഇപ്പൊ വോ ആ രഹാഹേ അല്ലെങ്കിൽ സ്ത്രീ ആണെങ്കിൽ ഓ ആ രഹി ഹേ. ഇനി ബഹുവചനാണെങ്കിൽ വേ, വോന് വേ എന്നാണല്ലോ നമ്മൾ അവർ, നമ്മൾ ബേസ് പഠിച്ചു കഴിഞ്ഞു അല്ലെ. വേ എന്ന് പറഞ്ഞാൽ അവർ, വേ ആ രഹേ ഹേ. അപ്പൊ രഹ രഹി രഹേ, ഇത് തന്നെയാണ്, ഈ ഒരു മാറ്റാണ് നമ്മുടെ എല്ലാ വാക്കുകളിലും വരുന്നത്. നിങ്ങൾക്ക് പോകെ ശ്രദ്ധിക്കാൻ പറ്റും അത്. അപ്പൊ ആ എന്നുള്ളത് എന്താ പറയാ പുല്ലിംഗവും, ഈ എന്നുള്ളത് സ്ത്രീലിംഗവും, എ എന്നുള്ള സൗണ്ട് ബഹുവചനത്തിനും അല്ലെങ്കിൽ റെസ്പെക്റ്റിനും ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന. ഇതൊക്കെ നമുക്ക് പോകെ മനസ്സിലാവുള്ളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ആ രഹാഹേ എന്ന് മാത്രം പറഞ്ഞെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പൊ ഒരു രൂപം എന്താണ്? ആ രഹാഹേ. ഇനി ആയേക,
ആയേക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരും എന്നാണ്. ഈ ആനയുടെ മറ്റൊരു രൂപം എന്താണ്? ആയേക, വരും. അപ്പൊ ഈ ആയേക മാത്രമല്ല വരും എന്നുള്ളത്. ഇതിന് കുറെ വാക്കുകളുണ്ട്. ആയേക, ആയേകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീലിംഗവും പുല്ലിംഗവും യൂസ് ചെയ്താണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ആവുങ്ക, ആവുങ്കി, ഇതും സ്ത്രീലിംഗവും പുല്ലിംഗവും യൂസ് ചെയ്താണ്. ഇത് എവിടെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ നമുക്ക് പിന്നെ പറയാം. ഞാൻ പല ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തുടക്കക്കാർ ഇത്രയൊന്നും മനസ്സിലാക്കണ്ട. ഓക്കെ, ഇനി ആയെങ്കെ, ആയെങ്കി, ഇതും എന്താണ്? ഇതുപോലെ തന്നെയാണ്. എന്ത്? സ്ത്രീലിംഗവും പുല്ലിംഗവും നോക്കിയിട്ടാണ്. പക്ഷെ ഇത് ബഹുവചനം പറയുമ്പോൾ യൂസ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഡിഫറൻസ് എല്ലാം പറഞ്ഞു തരാം. അപ്പൊ ഇങ്ങനെ ഒരു രൂപമാറ്റം കണ്ടു കഴിഞ്ഞാൽ എന്താണ് അർത്ഥാക്കണ്ടേ? വരും. ആനയുടെ ഫ്യൂച്ചർ രൂപമാണിത്, വരും. ഇനി വന്നു കഴിഞ്ഞു, അവൻ വന്നു കഴിഞ്ഞു. ആ ചുക്കാഹേ, ആ ചുക്കാഹേ എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പൊ അവിടെ ചുക്ക വന്നു അല്ലെ. ആ ചുക്കാഹേ, ആനയുടെ ആ മാത്രം എടുത്തുള്ളൂ അല്ലെ നമ്മള്. ആ ചുക്കാഹേ എന്ന് പറഞ്ഞപ്പോ എന്താ? വന്നു കഴിഞ്ഞു. അതുപോലെ ആയാത്ത, ആയാത്ത എന്ന് പറഞ്ഞപ്പോ, ഥ എന്ന് പറഞ്ഞപ്പോ അത് പാസ്റ്റ് ആണ്, പാസ്റ്റ് രൂപമാണ്. ആയാത്ത, വന്നിരുന്നു, ഇന്നലെ ഫംഗ്ഷന് വന്നിരുന്നു. ആയാത്ത, ഓ ആയാത്ത, മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് മറ്റൊരു രൂപം. ഇനി ആയാ ഹോഗ, ആയാ ഹോഗ, വന്നിട്ടുണ്ടാവും. അവിടെ ഹോഗ വരുമ്പോ നമ്മളത് എന്താ പറയുന്നത്? ഒരു ചാൻസ് ആണ് പറയുന്നത്. ആയാ ഹോഗ, വന്നിട്ടുണ്ടാവും, നടന്ന കാര്യമല്ല, നടന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ആ ചുക്ക ഹോഗ, വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ആ ചുക്ക ഹോഗ, വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ ആ ചുക്ക എന്ന് പറഞ്ഞാൽ വന്നു കഴിഞ്ഞു എന്നല്ലേ. അപ്പൊ ആ ചുക്ക ഹോഗ, ഹോഗ എന്ന് പറഞ്ഞാൽ ചാൻസ് ആണ് അല്ലെ. നമ്മൾ ചിന്തിക്കാനാ, വന്നിട്ടുണ്ടാവും. ആ ചുക്ക ഹോഗ, വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പൊ ജാന, ജാന എന്ന് പറഞ്ഞാൽ പോവുക. പക്ഷെ ജാനയ്ക്ക് മാത്രം സെക്കൻഡ് ഫോമിന്, അടുത്ത ഫോമിന് ഒരു വ്യത്യാസമുണ്ട്. പോയി എന്ന് പറയാൻ മാത്രം ഗയ എന്നാ പറയാ, ഗയ കേട്ടോ. ജാ വെച്ചിട്ടല്ല വരിക, ഗയ എന്ന് പറഞ്ഞാൽ പോയിന്ന്. ബാക്കിയെല്ലാം സെയിം തന്നെ. ജാ ചുക്ക ഹോഗ, പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ജാ ചുക്ക, ജാ ചുക്ക എന്ന് പറഞ്ഞാൽ പോയി കഴിഞ്ഞു. ജായേക, ജായേകി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകും. അപ്പൊ ആയേക, ആയേകി വരും എന്നല്ലേ. അപ്പൊ പോകുന്നാണെങ്കിൽ ജായേക, ജായേകി. അപ്പൊ എല്ലാ വെർബിനും ഒരേ രൂപം തന്നെയാണ്. നമുക്ക് സ്വയമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ പല രൂപങ്ങളും ഞാനിപ്പോ ആനയുടെ പറഞ്ഞു അല്ലെ. ക്ലിക്ക് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ബോറടിക്കരുത്. നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ മാത്രം കണ്ടാൽ മതി. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഇപ്പൊ എന്നെ പോലെ ഒരുപാട് ആഗ്രഹിച്ച് ഹിന്ദി സംസാരിക്കാനായിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും സാധിക്കും. ഞാൻ ഇതുപോലെ ഒന്നും കണ്ടിട്ടൊന്നുമല്ല പഠിച്ച, ചുമ്മാ പറയുന്നത് കേട്ടുകൊണ്ട് മാത്രം പഠിച്ചത്. ഒരുപാട് മിസ്റ്റേക്സ് പറയുമായിരുന്നു. മിസ്റ്റേക്സ് പറഞ്ഞ് തന്നെയാണ് നമ്മൾ പഠിക്കുക കേട്ടോ. എനിക്ക് പറയാൻ പറ്റുമോ, എനിക്ക് പറ്റില്ല എന്നൊന്നും ചിന്തിക്കാൻ പോലും വേണ്ട. 100% ഇത് സാധിക്കും, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസ് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുഷ്പം പോലെ പറയാം. ഓക്കെ, ശരി. ഇനി തേർഡ് പാർട്ട്. തേർഡ് പാർട്ട് എന്ന് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്താ, നോർമലി സംസാരിച്ചാൽ മാത്രം പോരാ അല്ലെ. അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനും അറിയണം, അങ്ങോട്ട് ചോദിക്കാനും അറിയണ്ടേ. അപ്പൊ ക്വസ്റ്റ്യൻ വേർഡ്സ് എല്ലാം അറിഞ്ഞിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം പഠിച്ചു വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ആകെ ഒന്ന് ഇതുപോലെ തന്നെ കുറച്ച് സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 5-6 ക്വസ്റ്റ്യൻ വേർഡ്സ് മനസ്സിലാക്കി വെക്കാം. എല്ലാവർക്കും അറിയാം. ക്യാ, എന്ത്, കോൻ, ആര്, ക്യോ, എന്തുകൊണ്ട് അല്ലെ. അതുപോലെ തന്നെ കിത്ന, എത്ര, കഹാ, എവിടെ, കബ്, എപ്പോൾ. ഇത്ര മതി. ഇനി ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. കിസ്ലിയെ, കിസ്നെ, അതുപോലെ കിദർ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ട്. നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും ബോധപ്പെടാവണ്ട. ഈ ഒരു 5-6 ഇത്രയല്ലേ പറഞ്ഞോളൂ. ഇത് മാത്രം മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാം അല്ലെ. ഇത് നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ക്യാ ഹുവാ, ക്യാ ഹുവാ, എന്തു പറ്റി. ക്യൂ റോരെ, ക്യൂ റോരെ, റോരെ എന്ന് പറഞ്ഞാൽ കരയുകയാണ് കേട്ടോ കുട്ടി, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. ക്യൂ റോരെ, എന്തുകൊണ്ട് കരയുന്നു. റോന, കരയുക. അതിന്റെ മറ്റൊരു രൂപമാണ് ക്യൂ റോ രഹാ ഹേ എന്നാണ് ചോദിച്ചത്. പക്ഷെ സംസാരിക്കുമ്പോൾ ഷോർട്ടായിട്ട് ക്യൂ റോരെ, റോരെ അങ്ങനെ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ എന്തുകൊണ്ട്. ഈ കിത്തന ഹേ, കിത്തന ഹേ, എത്രയാണ്. ഓക്കെ, കബ് ആയേഗ, എപ്പോൾ വരും. കബ്, എപ്പോൾ. കബ്, എപ്പോൾ. കിത്തന, എത്ര എന്നാണ് കേട്ടോ. കബ് ആയേഗ, എപ്പോൾ വരും. മനസ്സിലായോ. ഈ കോനെ, ഈ കോനെ, ഈ കോൻ ആരേ, ഇതാരാ വരുന്നേ, ഇതാരാണ്. യെ കോൻ ഹേ, കോൻ, ആര്. ഇനി എന്താണ്. കഹാ, കഹാ എന്ന് പറഞ്ഞാൽ എവിടെ. ആ കഹാൻ ചാരേ,
താങ്കൾ എവിടെ പോകുന്നു? ആപ് കഹാൻ ജാ രേ? ജാ രഹാ ഹേയുടെ ഷോർട്ട് ജാ രേ. കേട്ടോ, ജാ രഹാ ഹേ, ജാ രഹി ഹേ, ജാ രഹേ ഹേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മള് ഷോർട്ടായിട്ട് സംസാരിക്കുന്നത് ഇങ്ങനെയാണ്, കഹാൻ ജാ രേ, എവിടെ പോകുന്നു. മനസ്സിലായോ? അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻ വേർഡ്സ് മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നവരും മനസ്സിൽ വെച്ചാൽ മതി. ഇത് വെച്ചിട്ടുള്ള സെന്റൻസുകൾ പറയാൻ ശ്രമിച്ചാൽ മതി. പിന്നെ എല്ലാം നമ്മൾ അറിയാതെ പഠിച്ചു പോകുന്നതാ കേട്ടോ. ഓക്കെ, ഇനി നമ്മുടെ ഫോർത്ത് പാർട്ടാണ് സെൽഫ് പ്രാക്ടീസ്. ഞാൻ എല്ലാവരോടും അറിയാവുന്ന എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു ടിപ്പാണിത്, സെൽഫ് പ്രാക്ടീസ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഈവൻ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ബാക്കി എന്ത് ലാംഗ്വേജ് ആയിക്കോട്ടെ, നമുക്ക് സംസാരിക്കാനായിട്ട് നമ്മൾ ഏറ്റവും അധികം പ്രാക്ടീസ് കൊടുക്കേണ്ടത് നമ്മുടെ ടങ്കിനും അതുപോലെ നമ്മുടെ മൈൻഡിനുമാണ് അല്ലെ. അവര് വർക്ക് ചെയ്താലേ നമുക്ക് നല്ല രീതിയിൽ ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പൊ നമ്മുടെ ടങ്കിന് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാത്തൊരു എന്താ പറയാ ഒരു ഭാഷ നമ്മൾ സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ ഒരു കെട്ടുണ്ടാവും അല്ലെ. അതിനെ വിടിയിക്കണമെങ്കിൽ ആദ്യം ഇതിന് പ്രാക്ടീസ് കൊടുക്കണം. എങ്ങനെയാ പ്രാക്ടീസ് കൊടുക്കുക? നമ്മൾ എന്താവുന്നോ, ഇപ്പൊ ഞാൻ കുറെ സെന്റൻസുകൾ പറഞ്ഞില്ലേ, ക്യാ ഹുവാ, എന്ത് പറ്റി അല്ലെ. ഈ ക്യാ ഹുവാ എന്നുള്ളതാണ് നിങ്ങൾ കേട്ടിരിക്കുന്ന ഒരു ദിവസം. ആ ഒരെണ്ണം മാത്രം നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക സ്വയം, ക്യാ ഹുവാ, എന്ത് പറ്റി. അങ്ങനെ മനസ്സിൽ നമ്മൾ ഭക്ഷണം പാകം ചെയ്യുമ്പോഴായിക്കോട്ടെ, നടന്നു പോകുമ്പോഴായിക്കോട്ടെ, ബസ്സിലിരിക്കുമ്പോഴായിക്കോട്ടെ, ഒന്നോ രണ്ടോ സെന്റൻസസ് അല്ലെങ്കിൽ വാക്കുകൾ നമ്മൾ തന്നെ സ്വയം ഉരുവിട്ടോണ്ടിരിക്കുക ഉള്ളില്. ഇനി വീട്ടിൽ ആരുമില്ല, ഇത്തിരി ഉറക്കൊക്കെ പറയാൻ പറ്റുമെങ്കിൽ ഉറക്കെ തന്നെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാം. ഇത്രേ ഉള്ളൂ. വളരെ ഒരുപാട് കാര്യങ്ങളൊന്നും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണ്ട. നമുക്ക് എന്താണോ അറിയുന്നത്, ഒന്നോ രണ്ടോ മൂന്നോ വേർഡ്സ് ആണെങ്കിൽ പോലും അത് തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ നാവിനൊരു ഫ്ലുവൻസി വരും. പിന്നെ നമുക്ക് പെട്ടെന്ന് എന്താ പറയാ സംസാരിക്കാനുള്ള ഭയം അങ്ങനെ ഇല്ലാണ്ടായി പോകും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സെൽഫ് പ്രാക്ടീസ് ചെയ്യാൻ ഞാൻ പറഞ്ഞു. പക്ഷെ എല്ലാവർക്കും കഴിഞ്ഞൊന്നും ഇരിക്കില്ലേ, എങ്ങനെയാണ് ഏത് വേർഡാണ് പറയേണ്ടതെന്നൊക്കെ അല്ലെ. അപ്പൊ ചെറിയൊരു കുറച്ച് സെന്റൻസുകൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ വീട്ടിലൊന്ന് സെൽഫ് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ ക്യാ ഹുവാ, എന്തു പറ്റി. കോനെ, ആരാണ്? ആരെ വിളിക്കുന്ന പോലെ നമ്മളൊന്ന് ചിന്തിച്ചതാട്ടോ, അല്ലാതെ അവിടെ ആരുമില്ല. കോനെ, കഹാരക്ക. നമ്മളോട് തന്നെ ചോദിക്കുക, എവിടെയാ വെച്ചത്. കഹാരക്ക. ഇതിന്റെ ഒന്നും അർത്ഥം നിങ്ങൾ പഠിക്കണ്ട. ഇത് നിങ്ങൾ ഇങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി കേട്ടോ. ഇപ്പൊ രക്ന, വെക്കുക എന്ന് നിങ്ങൾക്ക് അറിയില്ല, പക്ഷെ അത് നമ്മൾ ഫ്യൂച്ചറിൽ പഠിച്ചു പോകും. ഇപ്പൊ സെൽഫ് പ്രാക്ടീസിനുള്ള സെന്റൻസുകളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ക്യാ ഹുവാ എന്ന് പറഞ്ഞാൽ എന്തു പറ്റി. കോനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്. ഓക്കെ, കഹാരക്ക, എവിടെ വെച്ചേ. കഹാരക്ക, കൊയ് ബാത്ത് നെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാരില്ല. ഇപ്പൊ നമ്മളോട് ആരോ നമ്മുടെ കാലിൽ ചവിട്ടി അല്ലെങ്കിൽ നമ്മളൊന്ന് തട്ടി, അപ്പൊ നമ്മളിങ്ങനെ പറയാം ഇറ്റ്സ് ഓക്കെ എന്ന് പറയില്ലേ, കൊയ് ബാത്ത് നെയ്. ഓക്കെ, ഇനി ജൽദി കറോ, വേഗം ചെയ്യൂ. ഓക്കെ, അതുപോലെ തന്നെ ആജ് ജൽദി ജാനാ ഹെ. നമ്മളിങ്ങനെ മനസ്സിൽ പറയാം, ഭക്ഷണം വെക്കാം, ഓ ആജ് ജൽദി ജാനാ ഹെ, ആജ് ജൽദി ജാനാ ഹെ. ദേർ ഹോഗി, നേരം വൈകി. ദേർ ഹോഗി ഹെ. ഓക്കെ, അങ്ങനെ പറയാം, ദേർ ഹോഗി, നേരം വൈകി. ദേർ ഹോഗി. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ വഴിയിൽ ആരെങ്കിലും കണ്ടു എന്ന് വിചാരിക്കുക, മനസ്സിൽ കരുതുക, ആപ് കൈസേ ഹോ. അപ്പൊ നമ്മൾ തിരിച്ച് മറുപടിയും പറയണത് എന്തെന്ന്, മേ ടീക്കും. ആപ് കൈസേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ, സുഖമാണോ. അപ്പൊ അതിപ്പോ ഇന്ന് വൈകുന്നേരം കണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. കുറെ നാള് കഴിഞ്ഞ് കണ്ടാൽ മാത്രം ചോദിക്കുന്ന ഒരു വാക്കല്ല കൈസേ ഹോ എന്ന് ചോദിക്കുന്നതാണ് കേട്ടോ. ആപ് കൈസേ ഹോ, മേ ടീക്കും. ഞാൻ ടീക്കെ, നല്ല സുഖമായിരിക്കുന്നു എന്നുള്ള അർത്ഥത്തില് നമ്മൾ മറുപടി പറയുന്നത് മേ ടീക്കും. ഓക്കെ, ഇനിയിപ്പോ നമ്മള് ഗർമി ലഗരെ എന്ന് പറയും. ഗർമി ലഗരെ എന്ന് പറയുമ്പോ ചൂടെടുക്കുന്നു എന്നാണ്. അല്ലെങ്കിൽ ടണ്ട് എന്ന് പറഞ്ഞാൽ തണുപ്പ്, ടണ്ട് ലഗരെ. അപ്പൊ ഞാൻ ഈ കുറച്ച് സെന്റൻസുകൾ നിങ്ങൾക്ക് പറഞ്ഞതിന് നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക് എന്തൊക്കെയാണോ പറയാൻ സാധിക്കുന്നത്, ഇതിൽ നിന്ന് 2 ആയാലും മതി അല്ലെങ്കിൽ 3 ആയാലും മതി, ഏതെങ്കിലുമൊക്കെ ഒന്ന് സെലക്ട് ചെയ്ത് കുറച്ച് നാൾ നിങ്ങൾ നമ്മുടെ ഒന്ന് സെൽഫ് പ്രാക്ടീസ് ചെയ്യാൻ എടുക്കുക കേട്ടോ. അത് കൂടാതെ നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുന്നവരാവുമല്ലോ, അതിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യം വരുന്ന നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന സെന്റൻസുകൾ എടുത്തിട്ട് സെൽഫ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ 4 ഘട്ടം കഴിഞ്ഞു, നേരം പോവാണ്. ഞാൻ വളരെ പെട്ടെന്ന് സോർട്ട് ഔട്ട് ചെയ്യാം കേട്ടോ. ഇനി ഫിഫ്ത്ത് പാർട്ട് എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണ്. ലിസൺ. നമ്മൾ എന്ത് കാര്യവും കുറെ കേട്ട്, ഇവിടെ ഒരു പാട്ട് പോലും പാടണമെങ്കിൽ കുറെ പ്രാവശ്യം കേൾക്കണം എന്നല്ലേ പറയുന്നത് അല്ലെ. കുറെ പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ നോട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബ്രെയിൻ ഒബ്സർവ് ചെയ്യും അല്ലെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു ഭാഷയും. ഏത് ഭാഷയായിക്കോട്ടെ നിങ്ങൾ ഒരുപാട് കേൾക്കുക. ഇപ്പൊ കേൾക്കണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടല്ലേ, എവിടെ പോയി കേൾക്കും.
ചിലർ കുറെ സീരിയൽസ് കാണും, അല്ലെങ്കിൽ ഹിന്ദി സീരിയൽസ് കാണും, അല്ലെങ്കിൽ ഹിന്ദി ഫിലിംസ് കാണും. ഒന്നും മനസ്സിലാവില്ല, അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതല്ലേ എല്ലാവരും, പലരും അങ്ങനെ ചെയ്യാം അല്ലെ. കുറെ കണ്ടു നോക്കും, ഒന്നും മനസ്സിലാവില്ല. പക്ഷെ നിങ്ങൾ കേൾക്കേണ്ടത് അതല്ല. ആദ്യം തന്നെ നിങ്ങൾ കേൾക്കേണ്ടത് കോൺവെർസേഷൻ ക്ലാസ്സുകളാണ്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ എഴുതാൻ ഇതറാ. आप क्या कर रहे हैं? मैं खेल रहा हूँ. आप क्या कर रहे हैं? मैं खेल रहा हूँ. ഞാൻ കളിക്കുകയാണ്. आप क्या कर रहे എന്ന് ചോദിച്ചത് താങ്കൾ എന്നാണല്ലേ ആപ്പ്. ഞാൻ കുഞ്ഞിനോടും ആപ്പ് തന്നെയാട്ടോ സംസാരിക്കുക അല്ലെ. നീ എന്ത് ചെയ്യാന്നോ ചോദിച്ചത്. അപ്പൊ मैं खेल रहा हूँ. भैया कहाँ है? वो साइकिल चला रहा है. भैया कहाँ है? भैया എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ, സഹോദരൻ. भैया कहाँ है? എവിടെയാണ്? भैया സൈക്കിൾ ചലാ रहे क्या? സൈക്കിൾ ചലാ रहे, സൈക്കിൾ ചവിട്ടുകയാണ് കേട്ടോ. സൈക്കിൾ ചലാ रहा है. ओके ठीक है. धूप में मत खेलो. ठीक है माँ. ओके धूप में मत खेलो. ठीक है ना? ओके ശരി. ധൂപ്, ധൂപ് എന്ന് പറഞ്ഞാൽ വെയിൽ. ധൂപ് में मत खेलो. ധൂപ് में मत खेलो എന്ന് പറഞ്ഞാൽ വെയിലത്ത് കളിക്കരുത്. ഓക്കെ ठीक है. मैं जाऊँ? ठीक है ठीक है. ബൈ ബൈ. मैं जाऊँ, ഞാൻ പോട്ടെ എന്നാണ് കേട്ടോ. അപ്പൊ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കോൺവെർസേഷൻ ക്ലാസ്സുകളാണ് നിങ്ങൾ ആദ്യം കേൾക്കേണ്ടത്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ സിനിമയിലേക്കോ അതുപോലെ സീരിയലിലേക്കോ ഒക്കെ ചെല്ലാൻ പറ്റുള്ളൂ. കാരണം അവിടെ നമുക്ക് ആക്ഷനും കൂടി ആകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവും. എന്നാൽ പോലും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അതായിരുന്നു നമ്മുടെ 5th ടിപ്പ്. ഇനിയുള്ളത് നമ്മള് 6th ടിപ്പാണ് അല്ലെ. അതെന്താണ്? വേറെ ഒന്നല്ല, ഇത്രത്തോളം നമ്മൾ ഫോളോ ചെയ്ത് വരുമ്പോ തന്നെ നമുക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ ആയി തുടങ്ങും. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങും. അപ്പൊ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ നമ്മുടെ കയ്യിൽ കിട്ടും. ആ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യാം. അതെങ്ങനെയാന്നല്ലേ, നമ്മൾ കേരളത്തിലാണെങ്കിൽ തന്നെ ഒരുപാട് പേര് മലയാളികളല്ലാണ്ട് ഹിന്ദിക്കാരുണ്ട് അല്ലെ. ഇപ്പൊ മാർക്കറ്റിൽ ചെന്നാലും ഷോപ്പിംഗ് മാളിൽ ചെന്നാലും ഈവൻ തിയേറ്ററിൽ ചെന്നാൽ പോലും, ഇപ്പൊ തിയേറ്ററിൽ പോയാൽ പോലും അവിടെ ഹിന്ദിക്കാർ ഒരുപാട് പേരുണ്ട്. നമുക്കറിയാവുന്ന ഒരൊറ്റ സെന്റൻസ് ആണെങ്കിൽ പോലും അവരോടൊന്ന് സംസാരിക്കാൻ നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ മാർക്കറ്റിൽ ചെന്നിട്ടായാലും ഈ കേസാ ഹേ എന്ന് വെച്ചാൽ ഇതിന്റെ വില എങ്ങനെയാന്നാണ് കേട്ടോ. ഈ കേസാ ഹേ അല്ലെങ്കിൽ കിത്തനേക്കാ ഹേ, എത്രയാണ് എന്നുള്ള അർത്ഥത്തില്. അപ്പൊ ഇങ്ങനെ, അല്ലെങ്കിൽ കിതർസെ ജാനാ ഹേ, കേസെ ജാനാ ഹേ. തിയേറ്ററിലൊക്കെ ആണെങ്കിൽ ഏത് വഴി പോകണം, കേസെ ജാനാ ഹേ. ഇങ്ങനെയുള്ള കുട്ടി കുട്ടി സെന്റൻസുകൾ നിങ്ങൾ അവരോട് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. പിന്നെ അവര് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി മലയാളം പറയും. നമ്മളെക്കാളും കൂടുതൽ മലയാളം അവർക്കറിയാം അല്ലെ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കൊരു ഗഡ്സ് വരാനാണ്, സംസാരിക്കാനുള്ള ഒരു ധൈര്യം വരണം എന്നുണ്ടെങ്കിൽ എന്താ പറയാ, മറ്റുള്ളവരോട് സംസാരിച്ച് തുടങ്ങിയേ പറ്റൂ. ഞാനൊക്കെ ഒരാളെ കിട്ടാൻ കാത്തിരിക്കും. ഒന്നും അറിയില്ലായിരുന്നു, ഒന്നും അറിയാത്ത സമയത്തും എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ ട്രൈ ചെയ്യുമായിരുന്നു. അവർക്കറിയാലോ നമ്മൾ മലയാളികളാണ്, നമുക്ക് ഇത്ര അറിയത്തുള്ളൂ. പക്ഷെ ഹിന്ദിക്കാരോട് എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ച് കയറാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അപ്പൊ ആ ഒരു ശ്രമം എന്ന് പറയുന്നത് നമുക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതായിരിക്കും നമ്മുടെ 6th ടിപ്പ്. എന്ത്? മറ്റുള്ളവരോട് നമുക്കറിയാവുന്നത് എന്തോ ആയിക്കോട്ടെ അത് സംസാരിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് എന്താ? നിങ്ങൾ എന്തായാലും പഠിക്കാൻ തീരുമാനിച്ചവരല്ലേ, ഒരു യൂട്യൂബ് ചാനൽ, ഈവൻ ഒരു സോഴ്സ്, യൂട്യൂബ് ചാനൽ അല്ല, ഒരു സോഴ്സ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഓർഡർ ആയിട്ട്, ഈവൻ കോഴ്സ് ചെയ്യുന്നവർ എന്തോ ആയിക്കോട്ടെ, ഒരു സോഴ്സ് നിങ്ങൾ എടുത്തതിന് ശേഷം ആ ഒരു പ്ലാറ്റ്ഫോം സെലക്ട് ചെയ്തതിന് ശേഷം ഓർഡർ ആയിട്ട് നിങ്ങൾ കാണുക. നിങ്ങൾ അത് കാണുക. ഇപ്പൊ ഞാൻ പറയുന്നു ഒരുപാടുണ്ട്. ഇപ്പൊ എനിക്ക് യൂട്യൂബിനെ കുറിച്ച് അറിയത്തുള്ളൂ, ബാക്കി ഒരു പ്ലാറ്റ്ഫോമിൽ ഞാനില്ല. ഇപ്പൊ എന്റെ പഠിപ്പിക്കുന്ന രീതി എല്ലാവർക്കും അക്സെപ്റ്റ് ആവണമെന്നൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനൽ സെലക്ട് ചെയ്യുക. കുറെ കാര്യങ്ങൾ നിങ്ങൾ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. ഇപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ഇത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഓരോ വാക്ക് അല്ലെങ്കിൽ ഓരോ സെന്റൻസും ഓരോ ക്ലാസ്സിൽ നിന്നും, ഈ 5-8 മിനിറ്റിന്റെ ക്ലാസ്സിൽ നിന്നും ഒരു വാക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒരു സെന്റൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അത് നിങ്ങളുടെ പുതിയ അറിവാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. പുതിയൊരു ഭാഷ, നമ്മൾ പഠിക്കാൻ ആഗ്രഹിച്ച ഒരു ഭാഷയുടെ പുതിയൊരു അറിവാണ് നിങ്ങൾ നേടുന്നത്. അപ്പൊ അങ്ങനെ ഒരു ക്ലാസ് നിങ്ങൾ റുട്ടീനായിട്ട് തന്നെ, കണ്ടിന്യൂ ആയിട്ട് തന്നെ എന്താ പറയുക, ഫോളോ ചെയ്യേണ്ടതുണ്ട്. ഇടയ്ക്ക് വെച്ച് ഇട്ട് പോരുത്. അതാണ് അടുത്ത കാര്യം. അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ക്ഷമ വേണം. ഇതൊരു എന്താ പറയാ, ഒരു മെഡിസിൻ ഒന്നും അല്ലല്ലോ. കലയ്ക്ക് നമുക്ക് അങ്ങോട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ റിലാക്സ് ആയി വരാനായിട്ടുള്ള മെഡിസിൻ ഒന്നുമല്ല. നമ്മൾ എപ്പോഴും മനസ്സിലാക്കി തന്നെയാണ് വരുന്നത്. നിങ്ങൾ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേസ്റ്റ് അല്ല. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാം നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളെപ്പോലെ ഒരുപാട് പേരുണ്ട്. എല്ലാവരും ഇതാ ഉദ്ദേശിക്കുന്നത്, എന്ത്?
പഠിപ്പിക്കാൻ ആഗ്രഹിച്ചു വന്നിരിക്കുന്നവരല്ലേ. ഞാൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങില് ഞാൻ കുറെ അനുഭവിച്ച ഫീലിങ്സ് കൊണ്ട് മാത്രം മറ്റുള്ളവർ, നമ്മൾ മലയാളികള് ഹിന്ദി അറിയില്ല എന്നുള്ള കാര്യത്തില് ഒരിക്കലും മോശമാവരുത് എന്ന് ഒരു ചിന്ത എനിക്ക് മുന്നേ ഉണ്ടായിരുന്നു. അതിനോട് ആ ഒരു ചിന്തയോട് കൂടിയാണ് ഞാൻ സത്യത്തിൽ ഈ ഒരു ചാനലിലോട്ട് വന്നത്. മനസ്സിലായോ? അപ്പൊ എനിക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റുള്ളവരെ പഠിപ്പിക്കുക, അതാണ്. അപ്പൊ നിങ്ങൾ ഓരോ ക്ലാസ് കാണുന്നതോടും നിങ്ങൾക്ക് ഒരു വേസ്റ്റും ആവുന്നില്ല, പുതിയ പുതിയ അറിവുകളാണ് കിട്ടുന്നത്. അപ്പൊ അത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഓരോ പ്രാവശ്യം ചെല്ലുന്തോറും നമ്മൾ കവർ ചെയ്ത് വന്നും ഇടയിൽ വെച്ച് നിർത്തി കഴിയുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റാണ്ടൊക്കെ തോന്നും. പക്ഷെ ആ തോന്നുന്ന അവസ്ഥ നിങ്ങളൊന്ന് പാർ ചെയ്ത് നോക്ക്. അത് കടന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലായിട്ട് നമ്മൾ അറിയാതെ നമ്മുടെ കൂടെ നമ്മൾ ഹിന്ദി സംസാരിച്ച് തുടങ്ങിയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവര്, നമ്മളിപ്പോ ഹിന്ദി ഒബ്സർവ് ചെയ്ത് തുടങ്ങിയോ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലായി തുടങ്ങിയോ, ഹിന്ദി നമ്മളിലേക്ക് വന്നു തുടങ്ങിയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മറ്റുള്ളവർ എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്. അവർ എന്ത് സബ്ജക്റ്റ് ആണ്, അല്ലെങ്കിൽ അവർ പറയുന്ന എല്ലാമല്ല, അവർ എന്തിനെ കുറിച്ചാണ് പറയുന്നത്, എന്നോട് ഇതാണോ അവർ പറഞ്ഞത് എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടോ. അപ്പൊ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു, അതാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി സെക്കൻഡ് എന്നുള്ളത് എന്താ? നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങൾ നമ്മുടെ വായിന്ന് വീണ് തുടങ്ങിയോ. നമ്മളിപ്പോ നെയ് ചയ്യേ, വേണ്ട എന്ന് പറയുന്നതാണ്. അപ്പൊ ചയ്യേക്കാ, താങ്കൾക്ക് വേണോ? നെയ് ചയ്യേ, വേണ്ട എന്ന് നമുക്ക് പറയാനായിട്ട് നമുക്ക് അറിയാം. നെയ് ചയ്യേ നമ്മൾ ഇത്രയും കണ്ട ക്ലാസ്സുകളിൽ നിന്നും എല്ലാത്തിനും നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വായിൽ നിന്ന് അത് വീണോ? അത് വീണിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെക്കൻഡ് സ്റ്റെപ്പും കടന്നു പോകുന്നു എന്നർത്ഥം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട, ധൈര്യമായിട്ട് നമ്മൾ സംസാരിക്കുക, അങ്ങോട്ട് കയറി സംസാരിക്കുക. ഒരുപാട് മിസ്റ്റേക്സ് കൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കത്തുള്ളൂ. അത് നിങ്ങൾ സംസാരിക്കാൻ സ്റ്റാർട്ട് ചെയ്തോന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. തേർഡ്. ഓക്കെ, പിന്നെ ഫോർത്ത് എന്താ? എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വന്നാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ചാടി കയറി സംസാരിച്ചു പോകും. നമ്മൾ അത് ഡീൽ ചെയ്യാൻ നോക്കും. പകുതി ഹിന്ദി അറിയുള്ളൂങ്കിൽ നമുക്ക് അറിയാവുന്ന ഭാഷ ഇംഗ്ലീഷ് ആയിക്കോട്ടെ, നമ്മൾ മിക്സ് ചെയ്ത് എങ്ങനെയെങ്കിലും നമ്മൾ ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്ത് പോകും. അതുകൂടി കഴിഞ്ഞാൽ അതിനർത്ഥം നമ്മൾ ഹിന്ദി സംസാരിക്കാൻ പഠിച്ചു എന്നുള്ളത് തന്നെയാണ്. സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു 40% അല്ലെങ്കിൽ 30% ആയിട്ടുണ്ടാവുള്ളൂ. ആ 30% എന്ന് പറയുന്നത് നമ്മൾ സംസാരിച്ച് തുടങ്ങി എന്നാണ് മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി 70%ഉം നമ്മൾ അറിയാതെ നമ്മളിലോട്ട് കൂടെ വരുന്ന, നമ്മൾ അറിയാൻ ശ്രമിച്ചുകൊണ്ടേ പോയിക്കോളും. അതിപ്പോ ആരും നമ്മളെ തള്ളി വിടേണ്ട കാര്യമില്ല, നമ്മുടെ മനസ്സുപോലും നമ്മളെ തള്ളി വിടേണ്ട, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചു കയറിപ്പോകും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടങ്ങിയതാണ് ഒരു ഭാഷ പഠിച്ചെടുക്കാനുള്ള ഒരു സഫർ. അപ്പൊ അത് നമ്മൾ എടുക്കുക തന്നെ വേണം. അത് എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ എനിക്കറിയാം എന്റെ കൂടെ ഞാൻ ഈ സ്പോക്കൺ ഹിന്ദി തുടങ്ങിയിട്ട് ഒരു 1 year പോലും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഒരു 8 month ഒക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതില് ആദ്യം മുതലേ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ എന്നോട് നമ്മളൊരു 60 days ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്പോക്കൺ ഹിന്ദിക്ക് വേണ്ടി, തുടക്കക്കാർക്ക് വേണ്ടി പറയുന്നതാണ്. അതുപോലെ തന്നെ അതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴും എന്റെ കൂടെ വരുന്നവരുണ്ട് കേട്ടോ. അന്ന് മുതലേ ഈ 8 month ആയിട്ട് അന്ന് മുതൽ ഇന്നും എന്നെ ഫോളോ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേര് നല്ല മെസ്സേജസ് വിടുന്നുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്, അവരുടെ എഫേർട്ട് അവർക്ക് ഉപകാരപ്പെടുന്നു എന്നുള്ളതാണ്. ആ എഫേർട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഒരുപാട് നാളൊന്നും വേണ്ട. അപ്പൊ ഇത്രയേ ഉള്ളൂ. ബോറടിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് വന്നിരുന്നതല്ല. എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട് എന്തെന്ന്, പഠിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ബൈഹാർട്ടായിട്ട് ഇരിക്കുന്നില്ല. ഇതൊന്നും ഇതിന്റെ ഒരു വിഷയമല്ല. നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് മനസ്സിലാക്കാം. ഞാൻ ഒരുപാട് മെസ്സേജസ് വിടാറുണ്ട് തിരിച്ച് കമന്റ് ആയിട്ട്, സാധിക്കും എന്നൊക്കെ. പക്ഷെ അതൊക്കെ ഒരു ഫോർമാലിറ്റി ആണെന്നേ വിചാരിക്കത്തുള്ളൂ. പക്ഷെ അതല്ല, ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഒരു പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആയിട്ടല്ല ഞാൻ വന്നത്. അപ്പൊ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കും ചെയ്യണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.